അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അൽഫോൺസ് പുത്രൻ നിവിൻ പോളിയും ചേർന്നുകൊണ്ട് ഒരു പുതിയ സിനിമ വരുന്നു. അതിൻ്റെ പേര് വിജയം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ ടീസർ ഇവർ ഇറക്കിയിട്ടുണ്ട്. NP50, അതായത് നിവിൻ പോളിയുടെ 50ാമത്തെ സിനിമയാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ലൈഫിലെ ഒരു വലിയ ഭാഗമായിരുന്ന അൽഫോൺസ് പുത്രൻ, അതായത് അറിയാത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. നിവിൻ പോളിക്ക് ഭയങ്കര സ്റ്റാർഡം കൊടുത്തത് ഒരുപക്ഷെ അൽഫോൺസ് പുത്രൻ്റെ പടം. അതെ, അതായത് പ്രേമം, നേരവും പ്രേമവും. അപ്പോൾ ഈ നേരത്തിൽ പറയുന്ന പോലെ നേരം രണ്ട് തരത്തിലുണ്ട്, നല്ല നേരവും ചീത്ത നേരവും. നല്ല നേരത്തിന് ശേഷം ചീത്ത നേരം വരും, ചീത്ത നേരത്തിന് ശേഷം ഉറപ്പായിട്ടൊരു നല്ല നേരം വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അൽഫോൺസ് പുത്രന് ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടിയ ഒരു വലിയ സെറ്റാക്ക് ഉണ്ട്. അതിൽ നിന്ന് പുള്ളി തിരിച്ചു വരാനുള്ളൊരു ശ്രമമാണ്. പുള്ളിയെ ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുകയും ആ സിനിമ ഒരു ഫെയിലറായി മാറുകയും. പക്ഷെ എത്ര പറഞ്ഞിട്ടും അൽഫോൺസ് പുത്രൻ താൻ പിടിച്ച വെയിലിന് 3 കൊമ്പ് എന്നുള്ള അതിൽ നിന്നത്. പുള്ളി പറയുന്നത് സ്റ്റിൽ എനിക്ക് എൻ്റെ പടം ഭയങ്കര അടിപൊളിയാണ്, ഞാനിതാ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതെ. സോ പക്ഷേ എനിക്ക് ഇപ്പോൾ ആ സിനിമ ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ഡിസപ്പോയിൻഡ് ആയെങ്കിലും TV കാണുമ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ ഇടയ്ക്ക് ഇപ്പം എനിക്കത് സൂര്യ ചാനലിൽ അത് കുറച്ച് അധികം മിക്കപ്പോഴും റിപ്പീറ്റ് ടെലികാസ്റ്റിംഗ് നടക്കുന്നുണ്ട് ആ പടത്തിൻ്റെ കാര്യം എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് TV-യിൽ ആ സിനിമ എപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചാനൽ മാറ്റി നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇന്ന് കാണാം. കാര്യം റിലാക്സ് ആയിട്ട് കാണാം. അതാണ് നമുക്ക് ഒട്ടും സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാതെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് അത്. ആ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ തിയേറ്ററിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. ഫസ്റ്റ് വർഷം കണ്ടത് ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കാണുമ്പോൾ അൽഫോൺസ് പുത്രൻ കിട്ടി, എൻ്റെ സിനിമയുടെ ഓഡിയൻസിന് കിട്ടിയിരിക്കും. അല്ല, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാണാൻ സുഖമില്ലേ? അപ്പോൾ നമ്മൾ NP50-യുടെ അതായത് വിജയം അതിൻ്റെ ടൈറ്റിൽ ടീസർ കണ്ടുപോകാം. സൗണ്ട് എടുക്കുക. പോളിയും ജൂനിയർ തമിഴ്നാടാണോ? തമിഴ്നാടാണോ? അല്ല, മിൻമില്ല് ഷിനോസ് ആനന്ദ് ചന്ദ്രല്ല, സ്റ്റീവ് കോട്ടോ, രാജേഷ് മുരുകേശനില്ല, എല്ലാം ഫ്രഷാണ്. സെൽഫ് റോളാണ്. റൈറ്റർ ഡയറക്ടറുടെ നിന്നെ ഞാൻ കുറെ നാളായി തപ്പി നടക്കുന്നത്. ഇവിടെ വിളിച്ചിരിക്കുന്നല്ലേ, എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി ഉറുമ്പ് കുഴിയാനാലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. ഉറുമ്പ് തുമ്പി എടുത്ത് മതിയായില്ലേ? നീ എന്താ ഇവിടെ?
മനസ്സിലായില്ല? അതാണ് നിന്റെ പ്രശ്നം. പരിപാടി വാ. ആ ഫ്ലാഗിങ് ഓഫ് സോൺ പേര് ആക്ച്വലി രണ്ടുപേർക്കും അനിവാര്യമായിട്ടുള്ളൊരു സംഭവമാണ് വിജയം. നിവിൻ പോളിയുടെ ഒരു ഭയങ്കര മോശം ഫേസിൽ നിന്ന് പുള്ളിക്ക് സർവമായ പോലെ വലിയ ഹിറ്റ് കിട്ടിയായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രതിച്ഛായ പോലൊരു പടത്തിലേക്ക് വീണ്ടും പോയി. അല്ല അത് പറയാം, അതിന് മുമ്പ് ഷൂട്ട് ചെയ്യണം. പ്രതിച്ഛായ എനിക്ക് തോന്നുന്നല്ലേ സർവമയുടെ മുമ്പാണ്, സർവമയുടെ മുമ്പ് ഷൂട്ട് ചെയ്തത്. സോ അപ്പം പുള്ളിക്കും അൽഫോൺസ് പുത്രനും രണ്ടുപേർക്കും ഒരു നല്ല ഹിറ്റ്, അതായത് എന്താ പറയുക, ഒരു ആ ഹിറ്റിന് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിജയം എന്ന് പറയുന്ന പേര് തന്നെ അവർക്ക് രണ്ടുപേരുടെ ഏറ്റവും വലിയൊരു സർവമായ അൽഫോൺസ് പുത്രൻ ഉണ്ടായിരുന്നു ഗസ്റ്റ് റോളിൽ. അതെ അതെ, ആ വിജയത്തിൻ്റെ ഭാഗമായിരുന്നു പുള്ളി. അപ്പോൾ ഇത് വലിയ വിജയമാവട്ടെ. കാര്യം നമ്മളൊക്കെ സിനിമാ മോഹം തുടങ്ങുന്ന ടൈമിൽ ഈ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തുകൊണ്ട് വന്ന ആളാണ് അൽഫോൺസ് പുത്രൻ. പുള്ളിയുടെ ഇല്ലി പോലുള്ള ഇല്ലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ട് ഓ എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് തോന്നിയ സാധനമാണ്. അല്ല പുള്ളിപ്പടത്തിലാണ് മെയിനായിട്ട് ഈ ക്യാമറ അതായത് ആ സമയത്ത് നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്ന ടൈമിലല്ലേ, എടുക്കാൻ ശ്രമിച്ച ടൈമിലൊക്കെ ഇനിഷ്യൽ ടൈമിൽ, അതായത് അതൊന്നും റിലീസായിട്ടില്ല ഷോർട്ട് ഫിലിമുകളൊന്നും. അപ്പോൾ ആ ടൈമിൽ അവിടെ ഇരിക്കട്ടെ, അതെ അത് അവിടെ ഇരിക്കട്ടെ, നമ്മളോടൊപ്പം മണ്ണിലിഞ്ഞ് കേട്ടത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമുകളൊക്കെ എടുക്കാൻ ഭയങ്കര പ്രചോദനമായ ആളാണ് അൽഫോൺസ് പുത്രൻ. എനിക്ക് നേരെയൊക്കെ തിയേറ്ററിൽ കണ്ട് ഞാൻ ഉപ്പീര പടം എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് പ്രേമമൊക്കെ കണ്ട് നമ്മളിങ്ങനെ പ്രേമം തിയേറ്ററിൽ 2-3 വട്ടമൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് പടമാണ്. അപ്പോൾ അത്രയും നമ്മൾ ഭയങ്കര ഐഡിയലായിട്ട് കണ്ടൊരു മനുഷ്യനാണ്. ഒരു പടത്തിന് ശേഷം പ്രേമം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഗ്യാപ്പ് ഗോൾഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയതാണ്. ഈ ഗോൾഡിന് അല്ലെ പ്രേമത്തിന് ശേഷം ഒരുപാട് പണം അനൗൺസ് ചെയ്തായിരുന്നു, അതെല്ലാം അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഗോൾഡ്. അതായത് നമ്മുടെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഫഹദിനെ വെച്ചൊരു പടം അനൗൺസ് ചെയ്തിരുന്നു, അതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഗോൾഡ് എടുത്തത്. ആ ഗോൾഡ് തിയേറ്ററിൽ വർക്കായില്ല, പക്ഷേ ടി വിയിൽ വർക്കാവുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് തിയേറ്ററിൽ വർക്കാവട്ടെ. ഇത് ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള പടമാണ്, കോമഡി ഫണ്ണായിരിക്കടാ, ഫണ്ണുണ്ടാവും പടത്തിൽ. പിന്നെ ഈ അല്ല ഇവരുടെ ഈ മെയിൻ ഉദ്ദേശമാണല്ലോ ഈ റേസിംഗ് പരിപാടി ആയിരിക്കുമല്ലോ പടം. അതെ അതെ, എന്താ അത് അറിയില്ല നമുക്ക്, ഗ്രാമത്തിൽ റേസ് എന്താണ് പരിപാടി അതൊന്നും ഒരു പിടുത്തമില്ല. ഇത് വെറുതെ ഒരു പടത്തിൻ്റെ ഫുൾ ഐഡിയ ചെയ്യുന്ന ഒരു സാധനമായിരിക്കത്തില്ല. ജസ്റ്റ് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു, അത്രേ ഉള്ളല്ലോ, ഇവർ തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ള ലൈനിലൊരു പരിപാടിയാണിത്. പടം എന്താവും, എന്തിനെ പറ്റിയുള്ള പടമാണ്, ഇനി ഇതുപോലെ തന്നെ ഒരു റേസിംഗ് അതിനെ ബേസ് ചെയ്തുള്ള പടമാണോ നമുക്ക് അറിയത്തില്ല. എന്തായാലും വരട്ടെ, പേര് പോലെ തന്നെ വിജയമാവട്ടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ഞങ്ങളും ഉണ്ടാവും. അതാണ്.